പടയോട്ടം തുടരുകയാണ്. ബീഹാറിലെ വോട്ടെണ്ണൽ ഇന്നാണ്. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണുന്നതിന് വേണ്ടി ഇപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരിക്കൽ കൂടി ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് വേണ്ടി സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ് അല്പം മുമ്പാണ് റിപ്പോർട്ട് നൽകിയത്. എങ്കിൽ പോലും പുതിയ സംഭവവികാസങ്ങൾ ഏതു നിമിഷവും ഉണ്ടാകാവുന്ന ഒരവസ്ഥയിലാണ് ബീഹാർ നിൽക്കുന്നത്. വോട്ടെണ്ണലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സന്തോഷിലേക്ക്. സന്തോഷ്, എന്തൊക്കെയുണ്ട് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ, പ്രതികരണങ്ങൾ, പരാമർശങ്ങൾ, സംഭവങ്ങൾ ഉണ്ടോ? MBC ഇനി 43 മിനിറ്റ് മാത്രം. അതുകൊണ്ട് തന്നെ പാർട്ടികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ്. കാരണം ഇരു പാർട്ടികൾക്കും ഇരു കക്ഷികൾക്കും അലയൻസുകൾക്കും വിജയം നേരത്തെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകാൻ പോകുന്ന ഈ വോട്ടെണ്ണുകൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അലയൻസുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം. അതുകൊണ്ട് തന്നെ ഇതുവരെ എന്തായാലും പാർട്ടികൾ ഇപ്പോൾ പാർട്ടി നേതാക്കളൊന്നും കൃത്യമായി സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരിക്കുന്നത് പട്നയിൽ നിന്ന് BJPയുടെ വക്താവ് നേരത്തെ ലാലു പ്രസാദ് യാദവ് ഒരു പരാമർശം നടത്തിയിരുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഞങ്ങൾ വിജയിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അല്ല, അദ്ദേഹം ഗുഡ് നൈറ്റ് ആണ് പറയേണ്ടത്. വിജയിക്കാൻ പോകുന്നത് BJP ആണ് എന്ന തരത്തിൽ BJPയുടെ സംസ്ഥാന തലത്തിലെ ഒരു വക്താവ് പ്രതികരിച്ചത് മാത്രമാണ് ഉള്ളത്. ബാക്കി BJPയുടെ ദേശീയ നേതൃത്വം ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും, സംസ്ഥാന നേതാക്കൾ എല്ലാവരും പട്നയിലെ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം ദേശീയ നേതാക്കൾ BJPയുടെ ദേശീയ അശോക റോഡിലെ, ഡൽഹി അശോക റോഡിലെ ആസ്ഥാനത്തും എത്തിയിട്ടുണ്ട്. വളരെ വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഈ വോട്ടെണ്ണൽ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനാകട്ടെ അല്പസമയത്തിനകം 15 മിനിറ്റിന് ശേഷം ഏജന്റുമാരെ ഉള്ളിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് കടത്തിവിടും. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഓരോ ബൂത്തിലെയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ നേരത്തെ വോട്ടിംഗ് എങ്ങനെയാണോ നടന്നത് അത്തരത്തിലുള്ള ഒരു കർശന സുരക്ഷ തന്നെ CSFന്റെയും സൈന്യത്തിന്റെയും ഒക്കെ ചുമതലയുണ്ട്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക പാസുകളൊക്കെ നൽകിയിട്ടാണ് ഈ വോട്ടെണ്ണൽ ബൂത്തിലേക്ക് ഓരോരുത്തരെയും പാർട്ടി ഏജന്റുമാരെയൊക്കെ കടത്തിവിടുന്നത്. എന്തായാലും കർശന സുരക്ഷയോടുകൂടി അല്പസമയത്തിനകം വോട്ടെണ്ണൽ ആരംഭിക്കും. ഇന്ന് എന്തെങ്കിലും ഔദ്യോഗികമായ യോഗങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവർ വളരെ നേരത്തെ തന്നെ JDU വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി കൂടി ഇതിൽ ലയിച്ച് ലാലുവിനോടും നിതീഷ് കുമാറിനോടും ഒപ്പം ലയിച്ച് ഒരു വലിയ പാർട്ടി ആവാനുള്ള തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തകിടം മറിച്ചത് ബീഹാറിലെ ആ സീറ്റ് നിർണയ ചർച്ചകൾ പൊളിഞ്ഞ് മുലായം സിംഗ് യാദവ് തന്നെ SP എന്ന ആ പാർട്ടിയുമായി വേറിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. ഇതിൻ്റെ റിസൾട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ ഒരു സഖ്യത്തെയാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും യോഗങ്ങൾ അവിടെ ഇതിനകം തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് പഴയ ജനതാ പാർട്ടികളുടെ ലയനം സംബന്ധിച്ചാണ്. ബീഹാർ അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ബീഹാറിൽ നിന്ന് തന്നെയുള്ള നിതീഷും ലാലുവും ഒക്കെ ഒരുമിച്ചെങ്കിൽ പോലും മുലായം സിംഗ് ഒപ്പം ചേർന്നതുമില്ല. പക്ഷെ മുലായം സിംഗിന് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ UPയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. UPയിലെ മുലായം സിംഗിന്റെ പാർട്ടിക്ക് സമാജ്വാദിക്ക് അവരുടെ അടിത്തറ ബലപ്പെട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷെ മുലായം BSPയും UPയിലെ BSP ഇത്തവണ ഇവിടെ ബീഹാറിൽ മത്സരിക്കുന്നുണ്ട്. BSP 243 സീറ്റിലും നേരിട്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. മുലായവും നേരത്തെ പറഞ്ഞതുപോലെ ചെറു കക്ഷികളുമായി NCP അടക്കമുള്ള കക്ഷികളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു യോഗം ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനുള്ള സാധ്യതകളുണ്ട്. BJPയും ഒരു വിശകലന യോഗം കൂടാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അത് ബീഹാറിലായിരിക്കില്ല, ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ തന്നെയായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട് ദേശീയ നേതൃത്വം നേരിട്ട് പ്രചാരണം നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കക്ഷികളും ഓരോ ഘടകം സംബന്ധിച്ച് ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് അമിത്ഷായ്ക്ക് വ്യക്തമായ വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം BJPയിലെ സംസ്ഥാന നേതൃത്വത്തെ ഡൽഹിയിൽ വിളിച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകാനുള്ള സാധ്യത വക്താക്കൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അപ്പുറത്ത് മഹാസഖ്യവും
സ്വാഭാവികമായും യോഗം ചേരും. പക്ഷെ അത് ഈ 11 മണിക്കോ 12 മണിക്കോ ശേഷം മുഴുവൻ ഫലങ്ങളും പുറത്തു വന്നതിന് ശേഷമാണ്. ഇപ്പോൾ പലതും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിലർ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ ചോദ്യശരങ്ങളായി ലാലു പ്രസാദ് എതിരേറ്റിരുന്നു. വിജയിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊക്കെ ചർച്ചകളുണ്ട്. പക്ഷെ അതെല്ലാം തിരഞ്ഞെടുപ്പ് സ്വാധീനം ഫലത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ തന്നെ RJDക്കുള്ളിൽ ഈ ലാലുവിന്റെ 2 മക്കളെ ചൂണ്ടിക്കാണിച്ച് ചില ചർച്ചകളുണ്ട്. പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ, ജയിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം 2 മക്കളിൽ ഒരാൾക്കായിരിക്കും, തോറ്റാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതെന്തായാലും ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായി. എന്തായാലും ഇന്ന് ഒരു യോഗവും ഒരു മുന്നണിയും വിളിച്ച് ചേർത്തിട്ടില്ല. അക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല. സന്തോഷ്, തിരിച്ചു വരാം. ഇനി ഏതാണ്ട് 40 മിനിറ്റോളം മാത്രമാണ് ബീഹാറിലെ വോട്ടെണ്ണുന്നതിന് മുമ്പ് അവശേഷിക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 243 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്, ഇന്ത്യയാകെ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോലും ഗതി നിർണ്ണയിക്കാൻ ശക്തമായ പ്രവണതകൾ ഉദയം കൊള്ളും എന്ന് എല്ലാവരും വിലയിരുത്തുന്ന ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇനിയത്തെ 40 മിനിറ്റുകൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ, മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒക്കെ അഭിപ്രായങ്ങൾ കൂടി സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. ചർച്ചയ്ക്കൊപ്പം ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകരായ പി രാജൻ, ഒപ്പം തന്നെ KVS ഹരിദാസ് ഒക്കെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. രാജേട്ടൻ, ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക്, വോട്ടെണ്ണലിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളെ നോക്കി അതിൻ്റെ ഫലങ്ങൾക്ക് മുമ്പേ വിശകലനം ഒക്കെ നടത്തുകയും ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ബീഹാറിൽ നിന്ന് എന്താണ് ആ വോട്ടെടുപ്പിൻ്റെ ഫലത്തിൽ താങ്കൾ ഉണ്ടാകുമെന്ന് കരുതുന്നത്, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്? ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പറയുന്ന തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കില്ല. ഉദാഹരണം, കേന്ദ്ര ഭരണത്തിൽ യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല അടുത്ത 4 കൊല്ലത്തേക്ക്. പക്ഷേ മാധ്യമങ്ങളിലും പൊതുവെ BJP വിരുദ്ധ നിലപാടെടുത്ത ആളുകളും എങ്ങാനും അവിടെ NDA തോൽക്കുകയാണെങ്കിൽ ഇതാ BJPയുടെ തകർച്ച തുടർന്നിരിക്കുന്നു, മോഡി പലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന പ്രചരണം കുറച്ച് കാലത്തേക്ക് നടക്കും. അത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയത്തിൽ ഇവിടെ ആളുകൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രൊപ്പഗാൻഡ നടത്തുന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. മാറ്റം വരില്ല. പക്ഷെ അതേസമയം BJPയുടെ പരാജയം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും BJP പിടിച്ചു കെട്ടാമെന്ന ഒരു വിശ്വാസം വളർത്തുന്നതിന് അത് സഹായകമായിരിക്കും. പ്രചരണ രംഗത്ത്, അല്ലാത്ത രംഗത്ത് കണ്ടു തന്നെ അറിയണം. പ്രചരണ രംഗത്ത് കാരണം പിന്നീട് UP തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. UP തെരഞ്ഞെടുപ്പിൽ അതൊരു നിർണായകമായിരിക്കാം. ബാക്കി എല്ലാവരും കൂടി ഒന്നിക്കാനുള്ള പ്രവണത, ഇപ്പോൾ ലാലു പ്രസാദും നിതീഷും യോജിക്കാൻ നിർബന്ധിതമായത് തന്നെ BJPയുടെ മുന്നേറ്റത്തിൻ്റെ ഫലമാണ്. അതൊന്നും കൂടി ശക്തിപ്പെടും എന്നതിൽ തർക്കമില്ല. അപ്പോൾ അത് BJP വേഴ്സസ് അതേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരാക്കം തോറ്റാലും ജയിച്ചാലും ഉണ്ടാവും. അഥവാ BJP ജയിക്കുകയാണെങ്കിൽ പടയോട്ടം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് UPയിലേക്ക് ബാക്കി കണ്ണുകൾ പോകേണ്ടി വരും. പിന്നെ കണക്കുകളും മറ്റ് കാര്യങ്ങളും വരും. വലിയൊരു ഭൂരിപക്ഷം ഏതായാലും NDAക്ക് ഉണ്ടാകും എന്ന് ചാണക്യ അവരൊഴിച്ച്, അത് കഴിഞ്ഞോടെ അവരങ്ങനെ പ്രഡിക്റ്റ് ചെയ്തു. പക്ഷേ അതേസമയത്ത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രഡിക്ഷൻ ശരിയായില്ല. 44 സീറ്റാണ് അവരന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആത്മന് കൊടുത്തുള്ളൂ. വമ്പിച്ച വിജയം ഉണ്ടായി. 22 സീറ്റ് BJP കൊടുത്തിരുന്നു. പക്ഷേ 3 സീറ്റായിട്ട് BJP കുറയുകയും ചെയ്തു. അപ്പോൾ എക്സിറ്റ് പോളുകളെ അശാസ്ത്രീയം എന്ന നിലയ്ക്ക് തള്ളിക്കളയണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇൻഡിക്കേഷൻസ് തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകളിലുണ്ട്. പക്ഷേ ഇത്രയും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിൽ ജാതി വ്യത്യാസങ്ങൾ, മാറി മാറി വരുന്ന മുന്നണികൾ, ഇതെല്ലാം കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങൾ വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ അങ്ങനെയൊക്കെ വരികയല്ലേ. അപ്പോൾ ആ രീതിയിൽ അതത്ര വലിയ തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ BJP വിരുദ്ധം അല്ല എന്നല്ല, അത് അത് പിന്നെ അതൊരു യഥാർത്ഥ രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. നയപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യത്തിലോ മറ്റൊന്നിലും നമ്മളുടെ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു. രാജേട്ടൻ തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു മാധ്യമപ്രവർത്തകനായ VB പരമേശ്വരൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പരമേശ്വരൻ, സ്വാഗതം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ രാജേട്ടൻ
അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചു. അവിടെ BJP പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിനല്ല മുൻതൂക്കം. അവിടെ എന്ത് ഫലമുണ്ടായാലും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വിധി ആകാൻ ഇടയില്ല, എന്തുണ്ടായാൽ പോലും എന്ന നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിച്ചു. പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങൾ, നിരീക്ഷകർ ഒക്കെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അമ്മ, എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും അമ്മ എന്നൊരു വിശേഷണം പോലും മാധ്യമങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ചാർത്തി കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് എന്ത് ഫലമാണ് ഉണ്ടാവുക, അത് എന്ത് വ്യതിയാനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് ബീഹാർ. ചില സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊക്കെ തന്നെ ബീഹാർ ആ രീതിയിലുള്ളൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അടിയന്തരാവസ്ഥയോടുകൂടിയാണ് ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. പ്രത്യേകിച്ചും JP പോലുള്ളൊരു നേതാവ്, അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു പ്രധാന കേന്ദ്രം അതായിരുന്നു. പിന്നെ ബീഹാർ ശ്രദ്ധിക്കപ്പെട്ടത് കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വന്നപ്പോഴാണ്. അതിൻ്റെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ബീഹാറിൽ വരുന്നു. അയാളുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാധ്യമപ്രവർത്തന രീതിയിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് അദ്വാനിയുടെ രഥയാത്രയും അതിനെ സമസ്തിപൂരിൽ വെച്ചിട്ട് പിന്നെ ലാലു തടയുന്നതും അത് BP സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പതനത്തിലേക്ക് വഴിതെളിയിക്കുന്നതും അതോടുകൂടിയാണ് ബീഹാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ബീഹാറിലുണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ മോഡി ഈ വിധിയിൽ താങ്കൾ ഉറ്റുനോക്കുന്നത് എന്താണ്, എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്? ഇപ്പോഴുള്ള ഒരു മാധ്യമ വിഷയങ്ങളെ ഞാൻ പിന്നെ ഫെസ്പോളജിസ്റ്റ് ഒന്നല്ല, പക്ഷെ മാധ്യമങ്ങളുടെ ഒരു വായനയിൽ നമുക്ക് മനസ്സിലാകും, ദീർഘകാലം ഉത്തരേന്ത്യൻ അനുഭവങ്ങളുള്ള മനസ്സിലാകുന്നത് മഹാഗഠബന്ധൻ ജയിക്കുന്നുള്ളതാണ്. പക്ഷേ ശ്രീ ഹരിദാസ്, നമ്മൾ അന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നു. അന്നത്തേതിൽ നിന്നും കൂടുതലായുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് NDTVയുടെ എക്സിറ്റ് പോൾ ഫലം മിനിയാന്ന് പുറത്തു വന്നു. അവർ NDAക്ക് ഒരു മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ? രാജേന്ദ്ര, ഇതിൽ ഞാൻ ഒരു കണക്ക് മാത്രം പറയാം. 2014 പോസ്റ്റ് പോൾ സർവേ, അസംബ്ലി ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പോസ്റ്റ് പോൾ സർവേ, അതിൽ BJPക്ക് കിട്ടിയ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് ബീഹാറിൽ വോട്ട് ചെയ്തവരുടെ ഒരു അസസ്മെൻ്റാണത്. നമുക്കറിയാം ബീഹാറിലെ തിരഞ്ഞെടുപ്പുകളിൽ മുഴുവനും ഉണ്ടാകുന്നത് ജാതി തിരിച്ചുള്ള കണക്കാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ആ വസ്തുതകൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. യാദവന്മാർ ഇത്രയുണ്ട്, കുർമീസ് ഇത്രയുണ്ട്, അല്ലെങ്കിൽ രജ്പുട്സ് ഇത്രയുണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ഇത്രയുണ്ട്, അതിൽ തന്നെ മഹാദളിസ് ഇത്രയുണ്ട്. അതിൽ BJPക്ക് കിട്ടിയ 2014 BJPക്ക് കിട്ടിയ ഒരു CSDS നടത്തിയ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടാണ്. അതിലവർ പറയുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് 78% BJPക്കാണ് വോട്ട് ചെയ്തത്, 19% യാദവ്സ് BJPക്കാണ് വോട്ട് ചെയ്തത്, 26% കുർമീസ് ആൻഡ് കോയേരീസ് അവർ BJPക്കാണ് വോട്ട് ചെയ്തത്, 53% ലോവർ OBCs അവർ BJPക്കാണ്, 33% മഹാദളിസ്, 2% മുസ്ലിംസ്. ഇതായിരുന്നു 2014 BJPയുടെ വോട്ട് ബാങ്ക്. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് 2014 ഈ യാദവ്സിൻ്റെ മുകളിൽ ലാലുവിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, കുർമീസിൻ്റെ മുകളിൽ നിതീഷിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, മഹാദളീസ് എന്ന് പറയുന്ന അന്നത്തെ പാസ്വാൻ മാത്രമേ BJPയുടെ ഒപ്പമുള്ളൂ, ഈ മാഞ്ചി അന്ന് നിതീഷിൻ്റെ ഒപ്പമാണ്. ആ സാഹചര്യത്തിൽ പോലും BJPക്ക് ഇത്ര മാത്രം വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണക്കിലെടുക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് നടത്താൻ പറ്റുന്ന ഒരു അസസ്മെൻറ്റ്, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ട് BJPക്ക് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെ വോട്ടിൽ ഗണ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് മഹാദളീസ് ഉൾപ്പെടെയുള്ളവരുടെ ഗണ്യമായ വോട്ട് BJPക്ക് ആ കാലത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ചാണക്യയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ചാണക്യയുടെ സർവേയിൽ അതിനെക്കുറിച്ച് രണ്ടാമത് ഒന്നുകൂടി പറയുന്നു. ഞാൻ ആ കണക്ക് കൂടി എടുക്കാം, ഒരു സെക്കൻഡ്. ചാണക്യയുടെ എക്സിറ്റ് പോളിൽ അവർ പറഞ്ഞിരിക്കുന്നത് ദളിത്സിൽ 51% BJPക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കുഷ്വ കൊയേറി അവർ 49% BJPക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. OBCs 50% BJPക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ബ്രാഹ്മിൻ 66% BJPക്കാണ് വോട്ട് ചെയ്തത്. രജ്പുട്ട് 69%, ഭൂമികാർസ് 61%. ഇതാണ് BJPക്ക് ഇവരുടെ ചാണക്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് ഇപ്പോഴത്തെ 2015 എക്സിറ്റ് പോൾ അനുസരിച്ച് അവർ പറയുന്ന കണക്കതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തമ്മിൽ സമാനതകൾ ഒരുപാടുണ്ട്.
ഞാൻ പറഞ്ഞത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന എക്സിറ്റ് പോളിൻ്റെയും ഇപ്പോൾ നടന്ന എക്സിറ്റ് പോളിനും തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. അങ്ങനെ ഒരു വിധിയാണ് അവിടെ നിന്നുണ്ടാവുക. അവിടെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരുടെയും വോട്ട് BJPക്ക് അവിടെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മഹാദളിത്സിൻ്റെ കാര്യത്തിലാണ് വലിയ ഗണ്യമായ മാറ്റം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മാഞ്ചി ഫാക്ടറായിരിക്കണം അതാണ് ഞാൻ തോന്നുന്നത്, എൻ്റെ ഒരു അസസ്മെൻറ്റാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചാണക്യ പറഞ്ഞതുപോലെ ഇപ്പോൾ രാജ്യത്തെ സൂചിച്ചു NDTVയുടെ പോസ്റ്റ് പോൾ സർവേ വന്നു. പോസ്റ്റ് പോൾ സർവേ NDTVയുടെ എന്തുകൊണ്ടാണ് മറ്റെല്ലാ എക്സിറ്റ് പോളുകളും വന്ന സമയത്ത് പുറത്തു വരാതിരുന്നത്? ഞാൻ മനസ്സിലാക്കിയത് NDTV എക്സിറ്റ് പോളിനെ ഏൽപ്പിച്ച അതേ ഏജൻസി തന്നെയാണ് BJPയും ഏൽപ്പിച്ചിരുന്നു. BJP ഒരു എക്സിറ്റ് പോളിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഈ മറ്റ് റിസൾട്ടുകൾ വന്ന സമയത്ത് NDTVയുടെ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് പ്രോ BJP ആയിരുന്നു. അപ്പോൾ അവരത് കൊടുക്കണ്ട, വിത്ത്ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ BJP പറഞ്ഞു ഞങ്ങളിത് പുറത്തു വിടാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴാണ് NDTV അതുമായിട്ട് പുറത്തു വന്നതെന്നാണ് പുറത്ത് കേൾക്കുന്നത്. അതായത് അതിന് പിറകിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് അന്നാണ് പുറത്ത് കേൾക്കുന്നത്. ഗൂഢാലോചനയല്ല, അത് മാധ്യമത്തിന്റെ ഒരു ആശങ്കയായിരുന്നു. ഞാൻ പറയുന്നത് NDTVയുടെ സർവേ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് BJP വിരുദ്ധർക്ക് അനുകൂലമാവുമെന്ന് കണ്ടറിഞ്ഞ് NDTVയുടെ പൊളിറ്റിക്കൽ കണക്ഷൻസ് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു കരുതലായിരിക്കും.